നമസ്കാരം. സോളാർ ഗൂഢാലോചന കേസിൻ്റെ അന്വേഷണ പരിധിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ വേട്ടയാടാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണങ്ങൾക്ക് വീണ്ടും മുൻതൂക്കം നൽകിക്കൊണ്ട് നിർണായകമായ പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് B നേതാവുമായിട്ടുള്ള KB ഗണേഷ് കുമാറിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് പോകുന്ന നിയമ നടപടികളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വലിയ പുകിലുണ്ടാക്കിയ സോളാർ പീഡന കേസിലെ പരാതിക്കാരി UDF നേതാക്കൾ ആരും തന്നെ ലൈംഗികമായോ അല്ലാതെയോ പീഡിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. മുൻപ് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് സമർപ്പിച്ച യഥാർത്ഥ കത്ത് കേസിലെ പ്രധാന സാക്ഷി കോടതിക്ക് മുന്നിൽ ഔദ്യോഗികമായിട്ട് തിരിച്ചറിഞ്ഞതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഇതോടെ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന രാഷ്ട്രീയ പുകമറകളൊക്കെ നീങ്ങാനും അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്യാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നുവെന്ന UDF വാദങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അടിത്തറ ലഭിക്കാനുമുള്ള സാധ്യതകൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയും സംഭവ സമയം അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ടുമായിരുന്ന നസീറ ബീവി, കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജ് മുൻപാകെ നേരിട്ട് ഹാജരായി നൽകിയ രഹസ്യമൊഴിയാണ് ഗണേഷ് കുമാറിന് വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയാകാനായിട്ട് പോകുന്നത്. ജയിലിൽ വെച്ച് പരാതിക്കാരി എഴുതിയ യഥാർത്ഥ കത്ത് ഇതാണെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ സ്ഥിരീകരിച്ച നസീറ ബീവി ആ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാക്ഷിയൊപ്പ് തൻ്റേത് തന്നെയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നിയമപരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജയിൽ അധികൃതരുടെയൊക്കെ തന്നെ പൂർണ്ണമായ മേൽനോട്ടത്തിലും സാന്നിധ്യത്തിലും തയ്യാറാക്കിയ ഒരു ഔദ്യോഗികമായിട്ടുള്ള രേഖ കോടതിക്ക് മുന്നിൽ ഇങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടതോടെ പിന്നീട് സോളാർ കമ്മീഷന് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും പ്രത്യക്ഷപ്പെട്ട വിവാദമായിട്ടുള്ള മറ്റ് കത്തുകൾ വ്യാജമായിട്ട് നിർമ്മിച്ചതാണോ എന്ന ചോദ്യത്തിന് അന്വേഷണ സംഘത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒപ്പ് സ്ഥിരീകരിക്കൽ കേസിൽ ഗൂഢാലോചന ആരോപിക്കപ്പെടുന്ന പ്രതികളുടെ പ്രതിരോധം പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന സമയത്ത് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാരി ഈ വിശദമായിട്ടുള്ള കത്ത് തയ്യാറാക്കിയത് എന്നതാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം. 2013 ജൂൺ 6 സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിനു ശേഷം എഴുതപ്പെട്ട 4 പേജുകൾ മാത്രമുള്ള ഈ കത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ യാതൊരുവിധ പീഡന ആരോപണങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ബിജു രാധാകൃഷ്ണൻ, നടി ശാലു മേനോൻ എന്നിവർ തനിക്കെതിരെ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിരുന്നത്. ജയിൽ സൂപ്രണ്ട് നസീറ ബീവിയുടെ സാന്നിധ്യത്തിൽ എഴുതി ഒപ്പിട്ട ഈ കത്ത് പിന്നീട് ജയിൽ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കോടതിയിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പല കേന്ദ്രങ്ങളും രാഷ്ട്രീയ ലാഭത്തിനായിട്ട് മെനഞ്ഞെടുത്ത കഥകൾ വാസ്തവവിരുദ്ധമാണെന്ന് പരാതിക്കാരി തന്നെ അന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്നതായി ഈ കത്തിൻ്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നു. എന്നാൽ പിന്നീട് സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട കത്തിൽ വലിയ തോതിലുള്ള തിരുത്തലുകൾ വരുത്തുകയും പുതിയതായിട്ട് 4 പേജുകൾ അധികമായിട്ട് കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ തന്നെ പേരുകൾ അതിലേക്ക് ആസൂത്രിതമായിട്ട് തിരികെ കയറ്റുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഈ മാറ്റി എഴുതിയ കത്തിന് പിന്നിലും അതിലൂടെ ഉണ്ടായ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിലും മുൻ മന്ത്രി KB ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടാളികളുമാണെന്നാണ് സോളാർ ഗൂഢാലോചന കേസിലെ മുഖ്യ ആരോപണം. പരാതിക്കാരിയെ സ്വാധീനിച്ചും സമ്മർദ്ദത്തിലാക്കിയുമൊക്കെ തന്നെ കത്തിൽ തിരുത്തലുകൾ വരുത്തിയതിലൂടെ കേരളത്തിൻ്റെ അന്നത്തെ ഭരണ നേതൃത്വത്തെയും ഒരു ജനകീയ നേതാവിൻ്റെ സൽപ്പേരിനെയും ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിച്ചതെന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ കത്തിൻ്റെ സാക്ഷി തന്നെ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കാൻ കെട്ടിച്ചമച്ച വ്യാജരേഖകളുടെയൊക്കെ തന്നെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത്. അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം, കൊട്ടാരക്കര കോടതികളിലൊക്കെ തന്നെ നിയമ നടപടികളൊക്കെ തന്നെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ടിൻ്റെ നിർണായക മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കേസിൻ്റെ അടുത്ത ഘട്ടമായിട്ട് മറ്റ് പ്രധാന സാക്ഷികളായിട്ടുള്ള ബെന്നി ബെഹനാൻ MP, മുൻ മന്ത്രി KC ജോസഫ് എന്നിവരുടെയൊക്കെ തന്നെ മൊഴികളും കോടതി ഉടൻ തന്നെ രേഖപ്പെടുത്താൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രചരിപ്പിക്കപ്പെട്ട പീഡന കഥകൾ കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ട് നിർമ്മിച്ചതാണെന്ന് സ്ഥാപിക്കാൻ ഈ പ്രമുഖ നേതാക്കളുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തുന്നതോടെ പ്രോസിക്യൂഷനെ സാധിക്കും. കൃത്യമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ തന്നെ പിൻബലത്തോടെ കോടതി ഈ കേസിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപട്ടികയിലുള്ളവർക്ക് നിയമപരമായിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടയുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന KB ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും ഈ പുതിയ കോടതി നടപടികളൊക്കെ തന്നെ കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായിട്ട് നടത്തിയ നീക്കങ്ങൾ ഒടുവിൽ സ്വന്തം രാഷ്ട്രീയ ഭാവിയെ തന്നെ നാമാവശേഷമാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഗണേഷ് കുമാറിന് ഔദ്യോഗിക രേഖകളിലൊക്കെ തന്നെ തിരുത്തലുകൾ വരുത്തിയതിനും അതോടൊപ്പം തന്നെ വ്യാജരേഖ ചമച്ചതിനുമെതിരെ തെളിവുകൾ സഹിതം കേസ് ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ കടുത്ത ജയിൽ ശിക്ഷ തന്നെ നേരിടേണ്ടി വന്നേക്കാം എന്നാണ് നിയമവിദഗ്ധരും ഇവിടെ വിലയിരുത്തുന്നത്. സത്യം അധികകാലം മൂടിവെക്കാനായിട്ട് കഴിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട്
സോളാർ കേസിൻ്റെ മറവിൽ നടന്ന രാഷ്ട്രീയ ചതിയുടെ യഥാർത്ഥ ചുരുളുകൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.